അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡം താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോനരന്തരം ഗൂഢസ്മേരവും പൂണ്ട് പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലീ വഴി ആരുമേയിതു കാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണമവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാരുതി പറഞ്ഞപ്പോൾ മെലവേയൊന്ന് ചെറുഞാണൊളി ചെയ്തു രാമൻ. എല്ലാ ലോകവുമൊന്ന് വിറച്ചീതതു നേരം. ചെറുഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി. പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരം അയച്ചു രാഘവനും ചെന്ന് താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങിനാൻ ആസ്തയാ പുലർകാലേ. പുക്കിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്നിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്ക യാഗമിനി. താപം കൂടാതെ രക്ഷിച്ചിടുവനേതും ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിത് കൗശികനതുകാലം. ആഗമിച്ചിത് നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്ന് തത്ര രക്തവ്യഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം.
പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ. മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹു വാമനവനെയൊരു യവൻ. നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിത് രാമബാണം പിന്നാലെ കൂടെ കൂടെ. ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്ന് വീണിതു മാരീചനുമന്നേരം. അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണം ഇല്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണേ എന്ന് അഭയം ബുക്കിയിടിനാൻ. ഭക്തവത്സലന് അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനെന്ന് തുടങ്ങി മാരീചനും. പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന് അശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്ത് പരമാശീർവാദവും ചെയ്ത് വത്സന്മാരെയും ഭുജിപ്പിച്ചത് വാത്സല്യത്താൽ. ഇരുന്ന് 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ച് കൗശികൻ അവരുമായി. അരുൾ ചെയ്തതിന് 4-ാം ദിവസം പിന്നെ മുനി അരുതു വൃഥാകാലം കളകെന്നുള്ളതുതേതും. ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോക നാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിന മാഹേശ്വരവില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കൽ ഇരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു. പുരാഭൂമി പാലേന്ദ്രന്മാലാർ അർച്ചിതം അനുദിനം. ചോണി പാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോട് ഈ വണ്ണമരുൾ ചെയ്ത ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ പ്രാപിച്ച് ഗംഗാതീരം ഗൗതമാശ്രമേ തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം. ദിവ്യപാല പലതാകും കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം. കണ്ട് കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷൻ ക്ഷണം ഈ വണ്ണം അരുൾ ചെയ്തു. ആശ്രമപദം ഇതമാർക്കുള്ളൂ മനോഹരമാശ്രയയോഗ്യം. നാനാജന്തുവർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായിട്ട് മനസ്സിമേ തത്വമെന്തെന്ന് അരുൾ ചെയ്യേണം തപോനിധേ. എത്രയും
ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ. തത്വമെന്തെന്നത് അരുൾ ചെയ്യേണം തപോനിധേ.